കൃഷ്ണപ്രസാദ് സാർ എന്നെ പറഞ്ഞയച്ചത്. മാഡത്തെ എങ്ങനെയെങ്കിലും കണ്ടെത്തി അദ്ദേഹത്തിൻ്റെ അടുത്ത് എത്തിക്കണമെന്നാ എനിക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ. മാഡം എൻ്റെ കൂടെ വരണം. ഞാനില്ല. വിളിച്ചിട്ട് ഞാൻ വന്നില്ലെന്ന് സാർ പോയി പറഞ്ഞാൽ മതി. അതിന്റെ പേരിൽ സാറിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. എന്നെ അന്വേഷിച്ച് ഇനി ആരും അയക്കണ്ടെന്ന് ഞാൻ അച്ഛനെ വിളിച്ച് പറഞ്ഞോളാം. മാഡം പറഞ്ഞത് സത്യം. മാഡം ഇല്ലാതെ ഞാൻ തിരിച്ചു പോയാലും കൃത്യവിലോപത്തിന് എനിക്കെതിരെ ആക്ഷൻ എടുക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല. സസ്പെൻഷനിൽ കഴിയുന്ന അദ്ദേഹത്തിന് അതിനുള്ള അധികാരമില്ലല്ലോ. സാർ എന്താ പറഞ്ഞേ? നിയമത്തിന്റെ മുന്നിൽ കൃഷ്ണപ്രസാദ് സാർ ഇപ്പോൾ ഒരു ക്രിമിനലാ. ACP കൃഷ്ണപ്രസാദ് ഒട്ടും ദയയും മനസാക്ഷിയില്ലാത്ത ക്രിമിനലാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ നിങ്ങളെ കസ്റ്റഡിയിൽ എടുക്കാണ്. നടക്കേ സാർ, അവൾക്ക് വയ്യ സാർ. സാർ, അവൾ നടക്കേ നടക്കേ നടക്കേ. മാഡം ഓടിപ്പോയതല്ല, മാഡത്തെ കൃഷ്ണപ്രസാദ് സാർ പുഴയിൽ തള്ളിയിട്ട് കൊന്നെന്ന കുറ്റപത്രത്തില്. മാഡം കൂടെ വന്ന ആ കാര്യത്തിലെങ്കിലും അദ്ദേഹം നിരപരാധിയാണെന്ന് തെളിയിക്കാൻ കൃഷ്ണപ്രസാദ് സാറിന് കഴിയും. ഞാൻ നിർബന്ധിക്കില്ല, മാഡത്തിന്റെ ഇഷ്ടം. ഞാൻ വരാം സാർ. അച്ഛനെ എനിക്ക് രക്ഷിക്കണം. എക്സ്ക്യൂസ് അല്ല എനിക്ക് വേണ്ടത്. പോലീസിനെ വെട്ടിച്ച് കടന്ന പ്രതിയാണ് അയാൾ. 24 മണിക്കൂർ കൂടി ഞാൻ തരും. അതിനുള്ളിൽ കൃഷ്ണപ്രസാദിനെ കണ്ടെത്തിയില്ലെങ്കിൽ താൻ സർവീസിലുണ്ടാവില്ല. സർ, ഹേയ് വേണ്ട സർ. സാറിന്റെ സർവീസ് റിവോൾവറല്ലേ നോക്കുന്നത്? ഹേയ് വേണ്ട സർ, ഞാൻ അറ്റാക്ക് ചെയ്യാൻ വന്നതല്ല. ഇനി ഓടിപ്പോവാനും ഉദ്ദേശമില്ല. സാറിന് മുമ്പിൽ കീഴടങ്ങാനാണ് ഞാൻ വന്നത്. സാറ് എൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിക്കോളൂ. അതിനു മുമ്പ് എനിക്കേറെ സഹായങ്ങൾ ചെയ്തു തന്ന സാറിന് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട്. പൂർണ്ണ മനസ്സോടുകൂടി സാർ അത് സ്വീകരിക്കണം. സാറിനെ ഈ കുട്ടിയെ മനസ്സിലായോ? തുളസി. ഇവളെയാ ഞാൻ പുഴയെ തള്ളിയിട്ട് കൊന്നത്. എന്നെ ആരും കൊന്നിട്ടില്ല. ഞാൻ പുഴയിൽ ചാടിയിട്ടുമില്ല. അല്ല, ഇത് തുളസിയാണെന്നുള്ള കാര്യത്തിൽ സാറിന് സംശയമൊന്നുമില്ലല്ലോ. അപ്പോൾ സാർ എൻ്റെ പേരിൽ ആരോപിച്ച ആരോപണങ്ങളിൽ ഒന്ന് തെറ്റാണെന്ന് ഞാൻ തെളിയിച്ചു. അല്ല, സാറിന് അബദ്ധം പറ്റിയതാണോ അതോ മനഃപൂർവ്വം ചെയ്തോ എന്നെ കൊടുക്കാൻ? സോറി കൃഷ്ണപ്രസാദ്, എനിക്ക് മൊഴി നൽകിയവർക്ക് സംഭവിച്ച പിഴവ. അവരെ ഞാൻ വിശ്വസിച്ചു പോയി. അങ്ങനെയാണെങ്കിൽ സാറിന് മറ്റൊരു പിഴവ് കൂടി സംഭവിച്ചിട്ടുണ്ട്. സാറിന് ഇയാളെ മനസ്സിലായോ? സാർ, ഇയാളാണ് ജയശീലിനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തിയത്. അതൊരു കൊട്ടേഷനാണെന്നാണ് ഇവൻ പറയുന്നത്. ആരുടെ കൊട്ടേഷനാണെന്ന് ഇവൻ പറയുകയും ചെയ്തു. അല്ല, ഞാൻ പറയിപ്പിച്ചു. നീയാണോ ജയശീലിനെ കൊലപ്പെടുത്തിയത്? ആർക്കു വേണ്ടിയാണോ നീ ചെയ്തത്? സാറേ, ഞാൻ പറഞ്ഞില്ലേ സാറിന് ഞാനൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്ന്. അത് സാറ് സ്വീകരിക്കണം. സർ,
സാറിൻ്റെ സസ്പെൻഷൻ ഓർഡർ. കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നുമായി പിടിയിലായ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച വക സാറിന് ലഭിച്ചത് 50 ലക്ഷം രൂപ. അതിന് അബദ്ധത്തിൽ സാക്ഷിയായ ജയശീലിനെ കൊലപ്പെടുത്താൻ സാർ ഇവന് കൊട്ടേഷൻ കൊടുത്തു. ആ വക ഇവന് കിട്ടിയത് 5 ലക്ഷം രൂപ. ഇത് അവൻ IG സാറിന് കൊടുത്ത മൊഴിയാണ് ഞാനീ പറയുന്നത്. കൃഷ്ണപ്രസാദ്, അയ്യോ തീർന്നില്ല സാറേ, മുഴുവൻ പറയട്ടെ. ജയശീലിന്റെ കൊലപാതകം കണ്ടെത്താനുള്ള ലേഖ രവിശങ്കറിന്റെ അന്വേഷണം സാറിലെത്തുമെന്ന് സാർ മനസ്സിലാക്കി. അതുകൊണ്ട് അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാർ ഒരു പദ്ധതിയും ആവിഷ്കരിച്ചു. ജയശീലന്റെ കൊലപാതകത്തിന് കാരണം കുടുംബ പ്രശ്നമാണെന്ന് വരുത്തി തീർക്കാൻ സാർ ശ്രമിച്ചു. അത് ചെയ്തത് ഞാനാണെന്ന് തെളിയിക്കുവാനുള്ള കൃത്രിമ തെളിവുകളും സാർ ഉണ്ടാക്കി. അതിനുവേണ്ടി ഈ നിൽക്കുന്ന തുളസിയെയും എന്റെ സഹോദരി പ്രിയയെയും ഞാൻ കൊലപ്പെടുത്തിയെന്ന് സാർ സ്ഥാപിച്ചു. എന്റെ ഭാര്യ ദുർഗയുടെ ആത്മഹത്യാ ശ്രമവും ഞാൻ ചെയ്ത കൊലപാതക ശ്രമമായിട്ട് സാറ് സമർത്ഥിക്കുകയും ചെയ്തു. പക്ഷേ സാറിന്റെ ചതി IG സാറിന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ എനിക്ക് സാധിച്ചു. എന്നെ സർവീസിൽ തിരിച്ചെടുത്തു. സാറിന് സസ്പെൻഷൻ. എന്നെ നെട്ടോട്ട് ഓടിച്ചതിനെ ഞാനെന്തെങ്കിലും ചെയ്യണ്ടേ സാറേ? അച്ഛാ, അച്ഛാ, പോലീസുണ്ട് അച്ഛൻ്റെ പുറകെ. പേടിക്കണ്ട, അച്ഛൻ നിരപരാധിയാണെന്ന് IG സാറിന് ബോധ്യമായി. അച്ഛൻ്റെ സസ്പെൻഷൻ പിൻവലിച്ചു. എന്നെ കൊടുക്കാൻ നോക്കിയ SP-ക്ക് സസ്പെൻഷൻ. ഭാഗ്യം. ഈശ്വരന്മാരുടെ ഒടുവിൽ കുറച്ച് ദയ കാണിച്ചല്ലോ. പിന്നെ തുളസിയുടെ നമ്പറിൽ ഞാൻ ട്രൈ ചെയ്തിരുന്നു. അച്ഛൻ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നത്. അവളുടെ കയ്യിൽ നിന്ന് ഫോൺ മിസ്സായിട്ടുണ്ട്. ഇനി നീ തുളസി അന്വേഷിച്ച് നടക്കണ്ട. അച്ഛാ, തുളസി, എന്തിനാ തിരിച്ചു വന്നേ? ഇവിടെ നിന്റെ ആരാ ഉള്ളത്? പൊയ്ക്കോ. മറ്റുള്ളവരുടെ വിഷമവും ദുഃഖവും ഒന്നും മനസ്സിലാക്കാത്ത, മറ്റുള്ളവരുടെ സങ്കടങ്ങൾക്ക് പുല്ലുവില കൽപ്പിക്കുന്ന നിന്നെ എനിക്ക് കാണണ്ട. പൊയ്ക്കോ. ആദി, ഇത്രയെങ്കിലും ഞാൻ പറയണ്ടേച്ചാ. നമ്മൾ എന്തുമാത്രം തീ തിന്നു? അത് വല്ലതും ഇവൾക്കറിയോ? കൊടും കുറ്റവാളിയെ പോലെ അച്ഛൻ ഒളിച്ചു കഴിയേണ്ട കാരണം ഇവളല്ലേ? ഇവിടെ ചെകിടത്തിട്ടും 4 പൊട്ടിക്കാൻ വേണ്ടേ? തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ, തല്ലിക്കൊന്നോ. എന്നിട്ട് ഇവിടെ തറുതല പറയുന്നത് കേട്ടില്ല ചാ. അമ്മ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കാൻ കാരണം ഞാനാണെന്ന് പറഞ്ഞ് എല്ലാരും എന്നെ വഴക്ക് പറഞ്ഞില്ലേ? എന്നെ വളർത്തി വലുതാക്കിയതാണ് പ്രിയാമ്മ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് പറഞ്ഞ് പ്രിയാമ്മ കൂടി ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ എനിക്ക് പിന്നെ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. പ്രിയാമ്മ പറഞ്ഞാൽ എന്താടി തെറ്റ്? ഒരു അമ്മ എന്ന നിലയില് പ്രിയാമ്മയ്ക്ക് സന്തോഷം കിട്ടുന്ന എന്തെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? പറ. ആദി, മതി. ആ കാര്യം തന്നെ പറഞ്ഞ് വീണ്ടും വീണ്ടും വഴക്കിട്ടാൽ ഇതിനൊരു അവസാനം ഉണ്ടാവില്ല.
മോളെ, അവനൊരു സ്വപ്നം കണ്ടു. അത് ദൈവം ഒരു വഴി കാണിച്ചു തന്നാണെന്ന് പറയുന്നതിൽ യുക്തിയില്ലായ്മ എനിക്കറിയാം. പക്ഷേ നിലയില്ലാത്ത കയത്തിൽ വീണവർക്ക് ഒരു കച്ചിത്തുരുമ്പ് പോലും വലിയൊരു കാര്യമല്ലേ മോളെ. അച്ഛൻ പറയുന്ന മോൾ അനുസരിക്കേ. എന്താ അച്ഛാ? മോള് ദുർഗയുടെ അടുത്ത് ചെന്നിരിക്കണം. മനസ്സിൽ തട്ടി അമ്മയെന്നൊന്ന് വിളിക്കണം. അച്ഛാ, അത് അങ്ങനെ വിളിച്ചാൽ ദുർഗ ബോധത്തിലേക്ക് തിരിച്ചു വരുമെന്നാ ആദ്യം പറയുന്നത്. അവൻ കണ്ട സ്വപ്നം. മോള് തർക്കിക്കാനൊന്നും നിൽക്കരുത്. അനുസരിക്കേ. ഇരിക്കേ. ഒരുപക്ഷെ ആദ്യം പറയുന്നതിലും കാര്യമുണ്ടാവും. മോളുടെ നാവിന്ന് ആത്മാർത്ഥമായിട്ട് അമ്മയെന്നൊരു വിളി. അത് ദുർഗ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴും ആ ആഗ്രഹം ഉണ്ടാവും ഉള്ളിൽ. മോൾ അമ്മയെന്നൊന്ന് വിളിച്ചാൽ ദുർഗയുടെ തളർന്നുപോയ ശരീരത്തിന് പുതുജീവൻ ലഭിക്കും. മോളൊന്ന് വിളിക്കേ. ഒന്ന് വിളിക്കുമോളെ. നിന്റെ അമ്മ ഈ കിടപ്പിൽ നിന്നൊന്ന് എഴുന്നേറ്റ് കാണാനുള്ള ആഗ്രഹം കൊണ്ടാണ് ഞാനീ പറയുന്നത്. നിന്റെ സ്നേഹമാണ് നിന്റെ അമ്മയ്ക്ക് പുതുജീവൻ നൽകുന്ന ദിവ്യ ഔഷധം. നീ ഒന്ന് വിളിച്ചാൽ ഉറക്കം ഉണരും പോലെ ദുർഗ എഴുന്നേറ്റ് വരുമെന്ന് എന്റെ മനസ്സ് പറയുന്നത്. ഞാൻ നിന്നോട് റിക്വസ്റ്റ് ചെയ്യാം. ദുർഗയെ മോൾ അമ്മയെന്നൊന്ന് വിളിക്കുമോളെ. പറ്റുന്നില്ല അച്ഛാ. എന്റെ മനസാക്ഷിയോട് കള്ളം കാണിക്കാൻ എനിക്ക് കഴിയില്ല. ഈ മുഖത്ത് നോക്കുമ്പോ ഇവരെന്നോട് ചെയ്തു കൂട്ടിയ ദ്രോഹങ്ങളാ എനിക്ക് ഓർമ്മ വരുന്നത്. ഇവരുടെ മുഖത്ത് നോക്കി അമ്മയെന്ന് വിളിക്കാൻ ഈ ജന്മത്തെനിക്ക് കഴിയില്ല. അച്ഛൻ എന്നോട് ക്ഷമിക്കുക. മോളെ, തുളസി, ജന്മം നൽകിയ അമ്മയെ അമ്മയെന്ന് വിളിക്കാൻ ഈ ജന്മം നിനക്ക് കഴിയില്ലെങ്കിൽ ഇനി നിന്നെ സ്നേഹിക്കാനേ എനിക്കും കഴിയുമെന്ന് തോന്നില്ല. അമ്മയെ നോക്കാൻ വയ്യാത്താളെ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട. നോക്കാൻ വയ്യെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നോക്കാം, കുളിപ്പിക്കാം, ഡ്രസ്സ് മാറ്റി കൊടുക്കാം, മുടങ്ങാതെ ആഹാരവും മരുന്നും എല്ലാം കൊടുക്കാം. പക്ഷേ അമ്മ എന്ന ഒരു പരിഗണനയും ഞാൻ ആ സ്ത്രീക്ക് നൽകില്ലെന്ന് മാത്രം. മനസ്സിൽ ദുഷ്ടത്രയായി നടക്കുന്ന നിന്റെ ഒരു സഹായവും അമ്മയ്ക്കും വേണ്ട, എനിക്കും വേണ്ട. ജയന്തി, എന്താ അതി? ഞാൻ കഴിച്ചിട്ടില്ല, നീ ഒന്ന് വിളമ്പ്. സോറി. കുഴപ്പമില്ല.
അല്ല, തുളസിയല്ലേ? നിങ്ങള് ജയന്തി. ആദിയുടെ വകയിലൊരു മുറപ്പെണ്ണ. അല്ല, നിന്റെ കെട്ടിയം വിളിച്ചോ? ഫോൺ വിളിച്ചോണ്ടിരിക്കുന്നുണ്ട്, ഞാൻ എടുത്തില്ല. നീ കഴിച്ചോ? ഇല്ല. എന്നായിരിക്കും. എന്താ മണം? പെണ്ണുങ്ങളുടെ ചങ്കിൽ തുളച്ചു കയറുന്ന മണം ആദിക്കും. ഈ മണം എനിക്ക് വേണം. ഇതിപ്പോ ആദ്യം എന്നോട് ചേർന്ന് നിൽക്കുന്ന പോലൊരു തോന്നൽ. ടീഷർട്ട് അഴിച്ചു മാറ്റ്. ആദ്യയുടെ ഒരു മുഷിഞ്ഞ ടീഷർട്ട് ഞാൻ എടുത്തു എന്ന് വെച്ചാൽ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്, അഴിക്കാനല്ലേ പറഞ്ഞേ. മനസ്സില്ലെങ്കിലോ? എന്നെ ഭരിക്കാൻ വരല്ലേ? ഈ ജയന്തിയുടെ ശരിയായ സ്വഭാവം നിനക്കറിയില്ല. നീ എന്താ എന്നെ മൂക്കി വലിച്ചു കയറ്റോ? ടീഷർട്ട് അഴിക്കാനാ പറഞ്ഞേ. പറഞ്ഞു മനസ്സിലാവില്ലേ നിനക്ക്? ഈ ജയന്തിയുടെ മുട്ട നീ വേറെ ജനിക്കണം. എന്റെ മെക്കിട്ട് കേറിയാലേ നീ വിവരം അറിയും. ആ ജയന്തി ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഇത്രയും ദിവസം ജോലി ചെയ്തതിന്റെ കൂലി കൊടുത്തിട്ട് അവളെ ഇപ്പൊ ഇവിടുന്ന് പറഞ്ഞു വിടണം. അവളിവിടെ ഉള്ളതുകൊണ്ട് അമ്മയുടെ കാര്യങ്ങൾ നടന്നു പോകുന്നത്. അമ്മയുടെ കാര്യങ്ങൾ ഇനി ഞാൻ നോക്കിക്കോളാം. നീ നോക്കണ്ട, അമ്മ ഒന്ന് തീർന്നു കിട്ടാനല്ലേ നീ പ്രാർത്ഥിക്കുന്നത്. നീ അമ്മ എത്രത്തോളം നോക്കുന്ന എനിക്കറിയാം. കണ്ടില്ലേ നിന്റെ ടീഷർട്ട് ഇവളിട്ടിരിക്കുന്നത്? ഞാനിത് അഴിച്ചു മാറ്റാൻ പറഞ്ഞപ്പോ എന്നോട് വഴക്കിന് വരിക. നീ എന്തിനാ എന്റെ ടീഷർട്ട് എടുത്തിട്ട്? എനിക്കധികം ഡ്രസ്സൊന്നുമില്ല. ജോലികളൊക്കെ തീർന്നിട്ട് കുളിച്ചാലും ഇത് തന്നെ എടുത്തിടണം. തൂത്തുവാരുമ്പോ എന്റെ ഡ്രസ്സിൽ പൊടി പറക്കണ്ടെന്ന് കരുതിയ ആദ്യയുടെ മുഷിഞ്ഞ ടീഷർട്ട് ഞാൻ എടുത്തിട്ടത്. അത് ഇത്ര വലിയ പ്രശ്നമാക്കുമെന്ന് ഞാൻ കരുതിയില്ല. ആദി ഇവിടെ പച്ചക്കള്ളം പറയുന്നതാ. ചേഞ്ച് ചെയ്യാൻ ഡ്രസ് ഇല്ലെങ്കിൽ എന്നോട് ചോദിച്ച പോരെ, ഞാൻ തരില്ലേ? ഇവക്കേ നിന്റെ മണം ആസ്വദിക്കണമെന്ന്. ആദ്യയുടെ ഷർട്ട് ഇടുമ്പോ ആദ്യം ചേർന്ന് നിൽക്കുന്ന പോലെ ഇവക്ക് തോന്നുന്നു. ഇവളുടെ മനസ്സിൽ പാർക്ക് മനസ്സിലാവുന്നില്ലെന്ന വിചാരം. നിന്റെ മനസ്സിലിപ്പേ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അമ്മയെ നോക്കാൻ ഇവളെ നിർത്തിയത് നിനക്ക് പിടിച്ചില്ല. ഇവളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം. അതിനുവേണ്ടി ഓരോരോ ഐഡിയയും കണ്ടുപിടിച്ച് വന്നിരിക്കുക. അതെ, നിന്റെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ല. അമ്മയ്ക്ക് ഭേദാവുന്നത് വരെ ജയന്തി ഇവിടെ തന്നെ ഉണ്ടാവും. പാവം ചമ്മിപ്പോയി.
കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? കുറെ പേരെ കണ്ണീര് കുടിപ്പിച്ചതല്ലേ? അതിന് ദൈവം തന്ന ശിക്ഷയായത്. എടുത്ത് പൊട്ടക്കിണറ്റിൽ ഇടാനാ തോന്നുന്നേ. ഒന്നും കിട്ടെ ജന്തുവിനെ. ശരിക്കും കൊല്ലാൻ എന്റെ കൈ ധരിക്കുന്നുണ്ട്. എന്തിനാ ദുർഗമാമി സങ്കടപ്പെടുന്നേ? ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, എന്റെ ദുർഗമാമിക്ക് വേഗം ഭേദമാക്കി കൊടുക്കണേ ഈശ്വരാന്ന്. ഈശ്വരന്മാരെ എന്റെ പ്രാർത്ഥന കേൾക്കും. മാമിക്ക് വേഗം ഭേദാവും. സങ്കടപ്പെടണ്ട കേട്ടോ. അല്ല, മാമിക്ക് എന്തായാലും കുടിക്കാൻ വേണോ? ഞാൻ എടുത്തോണ്ട് വരാം കേട്ടോ. എനിക്കിവിടെ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം വന്നപ്പോ ദുർഗയെ ആരും നോക്കാനില്ലല്ലോ എന്നുള്ള സങ്കടമായിരുന്നു എനിക്ക്. അപ്പോഴാ ജയന്തിയെ വിളിച്ചു വരുത്താൻ തോന്നിയത്. സ്വന്തം അമ്മയെ നോക്കുന്ന പോലെയല്ലേ ജയന്തി ദുർഗയെ നോക്കുന്നത്. ദുർഗമാമി എനിക്ക് അന്യൊന്നും അല്ലല്ലോ പ്രസാദ് മാമ, എന്റെ സ്വന്തം തന്നെയല്ലേ. മാമനൊന്ന് മുറിന്ന് പുറത്തിറങ്ങി നിൽക്കാവോ? ഞാനൊന്ന് ക്ലീൻ ചെയ്തിട്ട് വന്നാ മതി.